നമുക്കിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ട് ചെറിയൊരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ ചപ്പാത്തിക്കുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കറി വെക്കാവുന്നില്ല. അപ്പോൾ സാമ്പാർ വെക്കാൻ കുറേ കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറിയൊരു കറി ഉണ്ടാക്കി നമുക്ക് രാവിലത്തെ ഒപ്പിക്കാം. അപ്പോൾ രാവിലെ ദോശയോ ഏതായാലും ദോശയോ പോളയോ ഉണ്ടയോ ഏതെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു കറി മാത്രം മതി. നമുക്ക് അത് നല്ല സ്വാദുള്ള ഒരു കറിയാണ്. തക്കാളി, നീരുള്ളി, പച്ചമുളക് ഇത്രയും ഉണ്ടായെങ്കിൽ തന്നെ നമുക്കൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ കുറേ ആൾ വിചാരിക്കും ഇന്നെന്ത് കറി, എപ്പോഴും നമ്മുടെ ഒരു ചിന്ത പോകുന്നത് അങ്ങോട്ടാണല്ലോ, എന്താണ് കറി വെക്കുന്നത് എന്താണ്. അപ്പോൾ ഇത് മൂന്നും ഒന്നിച്ച് പച്ചമുളക്, നീരുള്ളി, തക്കാളി ഇത് മൂന്നും ഒന്നിച്ച് തന്നെയാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നല്ല പാങ്ങിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. ഓരോന്നും പ്രത്യേകം പ്രത്യേകമല്ല, ഒന്നിച്ച് തന്നെ വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ അത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി നമ്മളത് നല്ല വഴന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റുക. അപ്പോൾ വന്ന് നല്ലൊരു ഇതായിട്ടാകുമ്പോൾ നമുക്ക് ഇതേപോലെ ഇത് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കാം. അല്ലെങ്കിൽ ഇത് കുറച്ചെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് ഒരു ചാറ് പരുവമാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നല്ലൊരു ചാറ് കറി പോലെ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ ഇത് കുറച്ചെടുത്ത് നല്ല മിക്സിയിൽ അരച്ച് ചേർത്ത് നല്ല ചാറ് പോലെ ആക്കിയിട്ടുണ്ട്. വേണ്ട, അപ്പം അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഇതിന് കുറേ ചേരുവകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളും ഉണ്ടാകുന്ന നല്ല സ്വാദിഷ്ടമായ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. നല്ല തിള വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു തിള വരുമ്പോൾ നമ്മൾ നല്ലൊരു മണത്തിന് മല്ലിച്ചപ്പില്ലെങ്കിൽ ഇത് പല നാട്ടിൽ പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇവിടെ ഇത് ആഫ്രിക്കൻ മല്ലി എന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. മല്ലിയിലൂടെ അതേ മണവും തന്നെയാണ്. അതിനേക്കാളും നല്ല കറിക്ക് നല്ല സ്വാദും മണവും ഒക്കെ കൊടുക്കുന്ന ഒരു ഇതാണിത്. അപ്പോൾ ഞാനിവിടെ അധികവും കറി വെക്കാറുള്ളത് ഈ മൺചട്ടിയിൽ തന്നെയാണ്. അപ്പം മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞ ശേഷം ഞാനത് സാധാ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കും.